Page number 86, exercise 2.5. എട്ടാമത്തെ question. Geeta has rupees 1023. Shanti has rupees 1000 and Mala has rupees 3000 with them. How much money do they have in all? ഓരോരാളുടെ കയ്യിലുള്ള എമൗണ്ട് തന്നിട്ടുണ്ട് എത്രയാന്ന്. ഗീതയുടെ കയ്യിലുള്ളത്, ശാന്തിയുടെ കയ്യിലുള്ളത്, മാലയുടെ കയ്യിലുള്ളത്. മൂന്ന് പേരുടെയും കയ്യിൽ ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ മൂന്ന് എമൗണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി ninth one, there were 3462 toffees in a tin. The shopkeeper added 2000 toffees to it. How many toffees are there in the tin now? ഒരു ഷോപ്പിലുള്ള ടിന്നിനകത്ത് 3462 ടോഫീസ് ഉണ്ട്. ആ ഷോപ്പ് കീപ്പർ എന്ത് ചെയ്തു? അതിനോടുകൂടി 2000 ടോഫീസ് ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആ ടിന്നിനകത്ത് എത്ര ടോഫി ഉണ്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് 10th one, a shopkeeper had 2999 soap cakes. He bought another 1966 soap cakes from a dealer. How many soap cakes are there in the shopkeeper now? With the shopkeeper now. ഒരു ഷോപ്പ്കീപ്പറിന്റെ കയ്യിൽ 2999 സോപ്സ് ഉണ്ട്, സോപ്പ് കേക്ക് ഉണ്ട്. അതിന്റെ കൂടെ അയാൾ എന്ത് ചെയ്തു? ഒരു ഡീലറിന്റെ അടുത്ത് നിന്ന് 1966 സോപ്പ് കേക്ക്സ് കൂടി വാങ്ങി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ആ ഷോപ്പ് കീപ്പറിന്റെ അടുത്ത് എത്ര സോപ്പ് കേക്ക് ഉണ്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 2999ഉം 1966ഉം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പൊ അത് ചെയ്തേണ്ട ആവശ്യമില്ലല്ലോ, സിമ്പിൾ അഡീഷൻ മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ടോപ്പിക്, ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലംസ്. ഇപ്പൊ നിങ്ങള് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനല്ലേ പഠിച്ചേ അല്ലെ? ഒരു വേർഡ് പ്രോബ്ലം തന്നാൽ അതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയല്ലോ അല്ലേ? ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണം. എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? രണ്ട് നമ്പേഴ്സ് തന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? 5 + 2 അത് വെച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഓക്കെ, ജൂലിയറ്റ് റെഡിയാണോ പറയാൻ? ക്വസ്റ്റ്യൻ പറയാൻ റെഡിയാണോ? നോ, ഉണ്ടാക്കാൻ പറ്റുന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. 5 + 2 എന്നുള്ള ആ നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. കിട്ടിയവര്, എന്തെങ്കിലും ഐഡിയ കിട്ടിയവർ ഒന്ന് കൈവന്നിക്കാം. 5 + 2 അത്രേ ഞാൻ പറയുന്നുള്ളൂ. 5 + 2 ആ രണ്ട് നമ്പേഴ്സ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ രൂപത്തിൽ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കൈവന്നിക്കുക. ഇപ്പൊ നിങ്ങള് ഇവിടെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു നമ്മള് അല്ലേ? വേർഡ് പ്രോബ്ലംസ് 10 ഡിസ്കസ് ചെയ്തു. അതുപോലുള്ള എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അലന് കിട്ടിയോ? യെസ്, എന്നാ അലന് എന്താ കിട്ടിയെന്ന് നോക്കാം കേട്ടോ. Manu have 5 cars. 5 Cars. Okay. Then Sanjay have 2 cars. Sanjay has 2 cars. Total cars. Okay, മനസ്സിലായി. മോനെന്താ ഉദ്ദേശിച്ചത് മനസ്സിലായി. Manu has 2 cars. 5 cars. Sanjay has 2 cars. Then how many cars there in total? രണ്ട് പേരുടെയും കയ്യില് എത്ര കാർസ് ഉണ്ട്? എങ്ങനെ കണ്ടുപിടിക്കാത്? 5 + 2 ചെയ്താൽ മതിയല്ലോ.
അതിന്റെ ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 5 + 2 എന്നുള്ള ആ രണ്ട് നമ്പർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനല്ലേ പറഞ്ഞേ. അപ്പൊ ആ ക്വസ്റ്റ്യൻ തന്നെയാണ് അതിന്റെ ആൻസർ. That is framing word problem. നിങ്ങൾക്ക് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ടുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച്. നിങ്ങൾക്ക് ഇപ്പൊ ഇത്രയും ഐഡിയ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 10 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു എക്സസൈസ് 2.5. അതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. സനിക്ക് എന്താ പറയാനുള്ളത്? Meenu has 5 pencils. Meenu has 5 And pencils. Sheila has 2 pencils. 2 pencils. Total number is 7. ടോട്ടൽ നമ്പർ എത്രയാന്ന് വേണ്ട മോളെ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനല്ലേ ചോദിച്ചേ അല്ലേ? അപ്പൊ എന്താ വേണ്ടേ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ ക്വസ്റ്റ്യന്റെ രൂപത്തിൽ എഴുതാം. How many pencils are there in total? എത്ര പെൻസിൽ അവരുടെ രണ്ടുപേരുടെ കയ്യിലുള്ളത്? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക വേണ്ടേ? അതിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? Let's frame a simple word problem for the addition fact 216 plus 64. ആ എക്സാമ്പിൾ ഒന്ന് എല്ലാവരും ഒന്ന് നോക്കിയേ. 216 plus 64 ആ ഒരു അഡിഷൻ ഫാക്ടറിന് എന്ത് ക്വസ്റ്റ്യനാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? സൊല്യൂഷൻ ആയിട്ട് അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? നേഹ got 216 marbles from her brother and 64 marbles from her friend. How many marbles does she have in all? നേഹയ്ക്ക് ബ്രദറിന്റെ കയ്യിൽ നിന്ന് 216 മാർബിൾസ് കിട്ടി, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 64 മാർബിൾസും കിട്ടി. Then how many marbles does she have in all? അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ ടോട്ടൽ എത്ര മാർബിൾസ് ഉണ്ട്? That is the question. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. 216 plus 64 എന്ന് പറയുന്ന ആൻസർ അല്ലേ? അങ്ങനെ ചെയ്തിട്ടല്ലേ കണ്ടുപിടിക്കാം. അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി മിസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നില്ലേ? അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാ? നമ്പർ തന്നിട്ട്, നമ്പർ ഉണ്ടെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അതിന്റെ ആൻസർ കണ്ടുപിടിക്കണ്ട. എത്രയാ അതിന്റെ ആൻസർ എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രെയിം എ വേർഡ് പ്രോബ്ലം ഫോർ ദി അഡിഷൻ ഫാക്ട് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം അത് ബേസ് ചെയ്തിട്ടുണ്ടാക്കുക. മനസ്സിലായില്ലേ? ഐഡിയ കിട്ടിയില്ല എന്ന് തോന്നുന്നല്ലേ ഫ്രെയിമിംഗ് വേർഡ് പ്രോബ്ലത്തിന്റെ? ഒന്നുകൂടി പറയാം. ഇത്രയും നേരം നമ്മൾ അഡിഷൻ ചെയ്യുന്നതിന്റെ വേർഡ് പ്രോബ്ലംസ് ചെയ്തില്ലേ? വേർഡ് പ്രോബ്ലംസ് ചെയ്തില്ലേ നമ്മള്? ഇനി അപ്പൊ ഈ വേർഡ് പ്രോബ്ലംസ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് രണ്ട് നമ്പർ ആഡ് ചെയ്തിട്ടല്ലേ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന, ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ആഡ് ചെയ്യുന്ന നമ്പർ തന്നിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറയുന്നു. ആൻസർ മാത്രം കണ്ടുപിടിച്ചാൽ പോരല്ലോ, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനും പഠിക്കണ്ടേ? വേണ്ടേ? നിങ്ങൾ വലുതായിട്ടൊരു ടീച്ചറോ മാഷോ ഒക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ സ്റ്റുഡൻസിന് ക്വസ്റ്റ്യൻ കൊടുക്കണ്ടേ? അപ്പൊ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണ്ടേ? ഇപ്പൊ പറയും നമ്മുടെ ടീച്ചർ ഒന്നും ആവുന്നില്ല എന്നല്ലേ? ആർക്കൊക്കെ ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുള്ളത്?
സനയുണ്ട്, നിഹാരയുണ്ട്, വേറെ ആരാ? ആർക്കും ടീച്ചർ ആവണ്ടേ? സഫയുണ്ട്. ടീച്ചർ ആവാൻ ഇഷ്ടല്ലേ? ആവണിയുണ്ട്. പിന്നെ വേറെ ആരാ? അയ്യോ, ഇതെന്താ ഇത് ടീച്ചർ ആവാൻ ഇഷ്ടമല്ലാത്ത? പഠിപ്പിക്കാൻ ഇഷ്ടമല്ല? ഏറ്റവും സുഖമുള്ള കാര്യം പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ അറിവ് ഇൻക്രീസ് ചെയ്യാൻ, നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഐഡിയ എന്താണെന്ന് അറിയാം? നിങ്ങൾക്കുള്ള നോളജ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ, അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയും അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ ആ കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യല്ലോ, ഇല്ലേ? അങ്ങനെയല്ലേ? നിങ്ങൾ ക്ലാസ്സിൽ എന്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ പറയും, നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയുന്ന അവര് പറയും. അപ്പൊ എന്തായി? ചിലപ്പോ ആ ഫ്രണ്ട്സ് പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും. അപ്പൊ നിങ്ങളുടെ ആ നോളജ് കുറച്ചും കൂടി കൂടിയില്ലേ? അതുപോലെ നമ്മളുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? പഠിപ്പിക്കുക, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചെങ്കിലും ക്ലാസ് എടുക്കുന്നു വിചാരിച്ചോ. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യും? മാത്സ് അല്ല, വേറെ ഏതെങ്കിലും ടോപ്പിക്, GK-യോ സയൻസോ എന്തെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം എന്താ ചെയ്യാന്ന് അറിയോ? ഞാൻ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കും. അതിനെക്കുറിച്ച്, ആ ഒരു ടോപ്പിനെ കുറിച്ച് നന്നായിട്ട് പഠിക്കും. എന്നിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്തുകൊണ്ടാ അറിയോ? നിങ്ങൾക്ക് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരുപാട് ഡൗട്ട് ഉണ്ടാവും ഇല്ലേ? പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് വരും. അപ്പൊ നിങ്ങളുടെ ഡൗട്ടൊക്കെ തീർക്കണമെങ്കിൽ എനിക്ക് ആ കാര്യത്തെ കുറിച്ച് നല്ലോണം അറിയണമല്ലോ. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും? എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ നോളജ് ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് ടീച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ നോളജ് നമുക്ക് തരുന്ന പ്രൊഫഷൻ. ഇപ്പൊ ടീച്ചർ ആവാന്ന് പറഞ്ഞാൽ അത്ര മോശം കാര്യമൊന്നല്ല കേട്ടോ. അങ്ങനെ ടീച്ചർ ആവണമെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണം അല്ലേ? ഇപ്പൊ നമ്മൾ ഇവിടെ എന്താ പഠിക്കുന്നത്? 2 നമ്പേഴ്സ് തന്നാല് അതിനെ കൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എക്സാമിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? അഡീഷൻ ഫാക്ട് 216 പ്ലസ് 64 അല്ലെ? അത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. എന്താ ഉണ്ടാക്കിയേ? Neha got 216 marbles from her brother and 64 marbles from her friend. How many marbles does she have in all? നെഹയ്ക്ക് ബ്രദറിന്റെ കയ്യിൽ നിന്ന് 216 മാർബിൾസ് കിട്ടി, ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് 64 മാർബിൾസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മാർബിൾസ് ആണ് നെഹയുടെ കയ്യിലുള്ളത്? അതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് പേജിൽ കുറച്ച് ക്വസ്റ്റ്യൻ അഡീഷൻ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 87, എക്സസൈസ് 2.6. അതിൽ ഓരോന്നും വെച്ചിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കിയാലോ? ഓരോന്നും വെച്ചിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം. റെഡിയാണോ? ഓക്കെ. എന്താ പറയാനുള്ളത്? എന്താ? റിലുവിന് എന്തോ പറയാനുണ്ടല്ലോ.
മിസ് അപ്പം ഈ 8ഉം 9ഉം 10ഉം ക്വസ്റ്റ്യൻ ആൻസർ ബുക്കിലേക്ക് എഴുതണ്ടേ? അത് നിങ്ങൾ എഴുതിക്കോ. എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ അറിയാലോ. ചെയ്ത് നോക്കിയാൽ മതി, ജസ്റ്റ് നോട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് വൺ എത്രയാ തന്നിരിക്കുന്നത്? 256 പ്ലസ് 800. എഡ്വിൻ സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. ജൂലിയറ്റ് 256. ബെനീറ്റ plus 818. Alan Matthew, don't touch your phone. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് നമ്പർ അഡീഷൻ ഫാക്ട് തന്നത് എന്താ? 256 പ്ലസ് 818. ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഞാൻ ഒന്ന് പറയട്ടെ, മിസ് പറയട്ടെ ഒന്ന്. ഒരു സ്കൂളില് 256 ഗേൾസും 818 ബോയ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അല്ലേ? ഒരു സ്കൂളിൽ 256 ഗേൾസും 818 ബോയ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്കൂളിൽ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? സ്കൂളിൽ ബോയ്സും ഗേൾസും അല്ലേ ഉണ്ടാവുന്നേ. അപ്പൊ ബോയ്സിന്റെ എണ്ണം തന്നിട്ടുണ്ട്, ഗേൾസിന്റെ എണ്ണവും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും? ദാറ്റ് ഈസ് വൺ ക്വസ്റ്റ്യൻ. അപ്പൊ എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? നമ്മളുടെ ഐഡിയ വെച്ചിട്ട് ഓരോ സെന്റൻസ് ഉണ്ടാക്കുക. ഫസ്റ്റ് സെന്റൻസ് എന്താ? ഒരു സ്കൂളിൽ 256 ഗേൾസ് ഉണ്ട്. അതെങ്ങനെ എഴുതും? ഇൻ എ സ്കൂൾ there are 256 girls and 818 boys. ഒരു സ്കൂളിൽ 256 ഗേൾസും 818 ബോയ്സും ഉണ്ട്. Then what is the total number of students in that school? ആ സ്കൂളിലെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? This is one question. ഇതെല്ലാം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. നെക്സ്റ്റ്, രണ്ടാമത്തെ എന്താ അഡീഷൻ ഫാക്ട്? രണ്ടാമത്തെ അഡീഷൻ ഫാക്ട് എന്താ? ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇപ്പൊ ഇത് എഴുതിയെടുക്കണ്ട, ഞാൻ മിസ് പറയുമ്പോൾ നോക്കിയാൽ മതി. മിസ് ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ, നേരെ നോട്ടിലേക്ക് എഴുതിയാൽ മതി. ഇപ്പൊ എഴുതിയെടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ എഴുതിയെടുക്കാൻ നിന്ന് ഒരുപാട് ലേറ്റ് ആവും. അപ്പൊ മിസ് ഇത് ക്ലാസ് കഴിയുന്ന സമയത്ത് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം, അത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ 1500 പ്ലസ് 1000
600. 1500 plus 1600. ഈ രണ്ട് നമ്പേഴ്സ് വെച്ച് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുക? 1500 plus 1600. ഒരു ഗാർഡനകത്ത് 1500 റോസ് ഫ്ലവറും 1600 lily flower ഉണ്ട്. Two types of flowers are there in a garden. 1500 rose flowers and 1600 lily flowers. Then what is the total number of flowers in that garden? അങ്ങനെയാണെങ്കിൽ ആ ഗാർഡനകത്ത് ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? ഒരു ക്വസ്റ്റ്യൻ ആയില്ലേ? വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എന്താ ഇപ്പൊ പറയാ? ഒരു ഷോപ്പില് 1500 ബ്ലാക്ക് മാർബിൾസും ഉണ്ട്, 1600 വൈറ്റ് മാർബിൾസും ഉണ്ട്. Then how many marbles are there in total? Black marbles 1500 ഉണ്ട്, വൈറ്റ് മാർബിൾസ് 1600 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര മാർബിൾസ് ഉണ്ടാവും? അതൊരു ക്വസ്റ്റ്യൻ ആയല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം അല്ലെ? ആ ക്വസ്റ്റ്യൻ എഴുതിക്കൂടെ? In a shop there are 1500 black marbles and 1600 white marbles. How many marbles are there in total? അപ്പൊ 1500 plus 1600 ചെയ്താല് ഇതിന്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ് ഓരോ നമ്പേഴ്സ്, ഓരോ അഡിഷൻ ഫാക്ട് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഐഡിയ വരുന്നത് അതിനനുസരിച്ച് ഓരോ സെന്റൻസ് ഉണ്ടാക്കാം. അപ്പോ all of you listen. അപ്പൊ എന്താ വേണ്ടേ? ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ നമ്പർ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു വേർഡ് എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്? വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്? അല്ലെങ്കിൽ ഹൗ മെനി items are there in total? How many items എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ what is the total number of items എന്ന് യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത്. ജൂലിയറ്റിന് എന്താ പറയാൻ? ഗ്രൂപ്പിൽ ഇടുവോ? ആ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഈ രണ്ട് ക്വസ്റ്റ്യനും ഗ്രൂപ്പിൽ ഇട്ടുതരാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.